ഹായ്, എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്താ വെച്ചാല്, നിങ്ങളൊരു നല്ല രക്ഷിതാവാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ നല്ല രക്ഷിതാവാണ്? എനിക്ക് തോന്നിയിട്ടുണ്ടോ എന്റെ ചുറ്റുവട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല രക്ഷിതാവ് ഞാനാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ട്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ നല്ല രക്ഷിതാവാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മോശം രക്ഷിതാവാണ്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും പാടി എന്റെ പാരന്റിങ്ങിൽ ഒന്നുപാടി മുന്നോട്ട് വരേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ, പ്രയോജനപ്പെടുന്ന കണ്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഒക്കെ നേടിയാലാണ് ലൈഫ് സെറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ 10 A+ വാങ്ങിയില്ലെങ്കിൽ ലൈഫ് ഫുള്ള് പോയി. അങ്ങനെയാണ് നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത്, ഇൻജക്ട് ചെയ്യുന്നത്. ടീച്ചർമാരായാലും ഈ സ്കൂളിലേക്ക് വരുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടാവും, അവരായാലും ഫുൾ A+ വാങ്ങിയാലേ ലൈഫ് സെറ്റ് ആവുള്ളൂ. അങ്ങനെ ഒരു ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരാൾ കണ്ടാല്, ഇപ്പോ ആ കുട്ടിക്ക് ഒരു 8A+, 9A+ കിട്ടി, ആ 2A+ എങ്ങനെ പോയി, അത് വലിയൊരു അതിശയാണ്. അതായത് അത് വലിയ എന്തോ കുറ്റാണ്, നമ്മുടെ സമൂഹത്തിനോട് നമ്മളെന്തോ തെറ്റ് ചെയ്ത മാതിരി. നമ്മളെ ഈ മാർക്ക് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആയുധം മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ച് നമുക്ക് ചിലപ്പം നല്ലൊരു ജോലി കിട്ടാനോ, അല്ലെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പവും ചിലപ്പോൾ അത് വെച്ച് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ മാനസികാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ചിലപ്പോ ഇന്നിപ്പോ ഒരിക്കലും പറയാൻ പറ്റില്ല 10A+, 10ലും പ്ലസ് ടുലൊക്കെ ഫുൾ A+ നേടി അങ്ങനെ ഫസ്റ്റ് റാങ്ക് ഒക്കെ നേടിയ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും അവന് കടക്കണ്ട്, അതായത് അവന് ആരേക്കെന്നെങ്കിലും പൈസ മേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരില്ലെന്ന് യാതൊരു ഉറപ്പില്ല. അപ്പോ മാർക്കിലല്ല കാര്യം. നമ്മളെ ഈ നാട്ടില് അതായത് സ്വിഗ്ഗി, സൊമാറ്റോ കൊടുക്കുന്ന കുറെ ചെക്കന്മാരുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കാണുമ്പോ എന്താ വിചാരിക്കാം, ഇവരങ്ങനെ പഠിക്കാത്തോണ്ട് ഇങ്ങനെ ഇതിൽ വന്ന് പെട്ടതൈക്കാരം, എങ്കിൽ ഡെലിവറി ബോയ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ നാട്ടിൽ ഓടുന്ന കുറെ ഈ ബൈക്ക് കൊണ്ട് ഓടുന്ന കുറെ ചെക്കന്മാരുണ്ട്. അവരൊക്കെ എന്താ വെച്ചാല് അവരൊക്കെ ഫുൾ മാത്സ്, എല്ലാരും ഇല്ലെങ്കിലും കുറെ ആൾക്കാർ നല്ല മാർക്ക്, നല്ല പഠിക്കുന്ന കുട്ടികളെക്കാരം. എന്തുകൊണ്ടേക്കാരം അത് ഇവരിങ്ങനെ ഓടാൻ കാരണം? പല കമ്പനികൾക്കും ഇവരെ ആവശ്യമില്ല. എന്താ വെച്ചാല് അവർക്ക് മാർക്കുണ്ട്, ഇവർക്ക് സ്കില്ലില്ല. എങ്ങനെയാണ് ഒരു പ്രോബ്ലം വന്ന് എങ്ങനെ സൊല്യൂഷൻ ചെയ്യേണ്ടതെന്ന് ഇവർക്ക് അറിയില്ല. അപ്പോ എന്തുകൊണ്ടേക്കാരം അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാ? പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കാറ്. കൈത്തൊഴിൽ പഠിച്ചാൽ ഉപകാരം എന്താ? നമ്മൾ എവിടെയെങ്കിലൊക്കെ പെട്ടു പോകുമ്പോ എന്താ, നമുക്ക് ഈ കൈത്തൊഴിൽ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോ കൈത്തൊഴിൽ എല്ലാവരും, നിങ്ങളെ മക്കൾക്ക് എന്തിനാണ് താല്പര്യം? ചില ആൾക്കാർക്ക് നല്ല വരക്കാൻ താല്പര്യം ഉണ്ടാവും. അപ്പോ വരക്കണവരുണ്ടാവും. നല്ല സ്പോർട്സിൽ പൊതുവേ ഉള്ള ഒരു കാര്യമാണ്, നമുക്ക് പ്ലെയർ ആവാൻ മാത്രമുള്ള അവസരമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരമുള്ളൂ. കുറെ അവസരങ്ങൾ സ്പോർട്സിലൊക്കെ ഉണ്ട്. ഇപ്പൊ ട്രെയിനർ ആവാം, അങ്ങനെ കോച്ച് ആവാം, അങ്ങനെ പ്രാക്ടീസ് ചെയ്യണ ഒരു നല്ലൊരു അങ്ങനത്തെ കുറെ അവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അപ്പൊ ഏത് കാര്യത്തൊക്കെയാലും നമ്മളിപ്പോ ഒരു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ പറയാം, വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എല്ലാവർക്കും താല്പര്യമുള്ളതല്ലേ. ഇപ്പോ അവർക്ക് വിജയിക്കോ? അതിലെന്താ, ഏറ്റവും കൂടുതൽ സ്കില്ലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അവിടെ പിടിച്ചു നിൽക്കാം. അപ്പൊ ഏത് 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 മേഖലയിലും നമുക്ക് താല്പര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പൊ ഈ കോഴ്സ് എടുത്ത് പഠിച്ചാല് ഇത്ര ലക്ഷം മാസം ശമ്പളം കിട്ടും, അന്ന് അത് പഠിക്കാം. അങ്ങനെയല്ല, ഒരു ഇത് പഠിക്കുമ്പോ നമുക്ക് നമ്മളെ താല്പര്യം, ഇൻട്രസ്റ്റ് ആണ് ആദ്യമാണ്. അപ്പോ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളെ മക്കളെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്ന നിങ്ങള് മക്കൾക്ക് താല്പര്യമുണ്ട്. താല്പര്യമില്ലാത്ത പഠിക്കണ്ടെന്നൊന്നുമില്ല. ഇപ്പൊ എന്റെ കുടുംബത്തിലിപ്പോ ദാരിദ്ര്യം വരെയാണ്. എനിക്കിപ്പോ ചെയ്യാൻ പറ്റൂല, നാളെ ഏത് പണിക്ക് പോകേണ്ടി വരും, ഞാൻ എല്ലാ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടില്ല. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ കുടുംബങ്ങളിലും ഇപ്പൊ ഞാൻ പറയണേ, എനിക്കിപ്പോ താല്പര്യമുള്ള ജോലി മാത്രമേ ഞാൻ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസിന് ഒതുങ്ങിയ ജോലി മാത്രമേ ഞാൻ എടുക്കുള്ളൂ, അങ്ങനെ എനിക്ക് ഒരിക്കലും പറയാനില്ല. നാളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ എന്ത് ജോലിക്ക് എടുക്കാൻ ഞാൻ തയ്യാറാവേണ്ടി വരും. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? എന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ മുന്നോട്ടുള്ള എന്റെ ജീവിതത്തിന് വലിയ തടസ്സമായി മാറും. എത്ര നല്ല രീതിയിൽ ചെയ്താലും ലാസ്റ്റ് കമ്പയർ ചെയ്ത് കുട്ടികളെ താരതമ്യപ്പെടുത്താം. അതായത് ജോനെ കണ്ടോ, അല്ലെങ്കിൽ ഓളെ കണ്ടോ, അവൾ നല്ല പഠിക്കും, അല്ലെങ്കിൽ ഓളെ കണ്ടോ, അവള്
അവൾക്ക് നല്ല സാമർത്ഥ്യം ഉണ്ട്. ഇതൊന്നും പഠിച്ച് ഉഷാറാവണം. അങ്ങനെ അതായത് നമ്മളെ താഴ്ത്തി കിട്ടിയില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ മോശമാക്കി പറയില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ മോശമാക്കി പറയുന്ന രീതിയിൽ അങ്ങനത്തെ ഓരോരോ നമ്മുടെ ഈ പുതിയ പാരന്റിങ് രീതിയിൽ കണ്ടുവരാറുണ്ട്. അപ്പോ അതൊക്കെ മാക്സിമം ഒഴിവാക്കാം. ഇപ്പോ രക്ഷിതാക്കളെ വിചാരം എന്താ വെച്ചാല് ഈ ഇവളെ അപ്പുറത്തെ ആൾക്കാരൊക്കെ പൊക്കി പറഞ്ഞാല് ഇന്റെ മോനും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉയർന്നു വരും. പക്ഷെ അതെന്ത് സംഭവിക്കുക വെച്ചാല് നമ്മളെ മക്കളും ഡിമോട്ടിവേറ്റ് ചെയ്യണം. അതായത് എനിക്കിത് പറ്റൂല, അതായത് എന്റെ സ്വന്തം ഇത്രയും വർഷം എന്നെ കണ്ടു പരിചയമുള്ള എന്റെ രക്ഷിതാക്കളാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ എനിക്കത് പറ്റൂല, അതായത് നിങ്ങള് ഒരു അടിച്ചുറപ്പിച്ച് പറയാൻ എനിക്ക് പറ്റൂല. അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ഒരു കഥ ഉണ്ട്, അതായത് ഒരു പുലി അതിന്റെ കുട്ടിനെ ഉപേക്ഷിച്ച് പോവാണ്. അപ്പൊ ഈ ഉപേക്ഷിച്ച് പോയ കുട്ടീനെ ഒരു കൃഷിക്കാരന്, അതായത് കർഷകന് എടുത്തുകാണ്ട് ആ കർഷകന്റെ ആട്ടുകൂട്ടത്തിന്റെ ഇടയിൽ പോയിട്ടാണ്. അപ്പൊ ഈ പുലി വലുതായ ശേഷം ഈ പുലി എന്താ കഴിക്കണേ? ഇലയാണ് കഴിക്കുന്നത്. അതായത് ഈ പുലി മനസ്സിലാക്കണില്ല ഞാൻ ഈ ആടിനെ ഭക്ഷിക്കണാണോ അല്ലെങ്കിൽ ഞാൻ ഇവരൊക്കെ തല്ലി തോൽപ്പിക്കാനുള്ള ഒരു കൽപ്പുണ്ടോ എന്നൊന്നും പുലി മനസ്സിലാക്കണേ. അതായത് നമ്മൾ വളരുന്ന ജീവിതവും ആ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് നമ്മൾക്ക് ഇപ്പോ ഒരാളിപ്പോ ഒരു യൂറോപ്പ് അതുപോലത്തെ ഒരു വേറെ ഏതെങ്കിലും ഒരാളിപ്പോ ഇംഗ്ലീഷ് രാജ്യത്ത് ജനിച്ചു വളർന്നാൽ അയാൾ ഇംഗ്ലീഷുകാരൻ സംസാരിക്കാം, അറബി ആണെങ്കിൽ അറബിക്കാരൻ, ഹിന്ദി ആണെങ്കിൽ ഹിന്ദിക്കാരൻ, മലയാളം ആണെങ്കിൽ മലയാളിക്കാരൻ. അപ്പോ നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഒരു നിർണായക ഘടകമാണ്. അതായത് നമ്മുടെ പാരന്റിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടത് പുതിയൊരു പാരന്റിങ് രീതിയാണ്. അതായത് ചെറുപ്പത്തിലെ മക്കൾക്ക്, അതായത് റെക്കോർഡുകളൊക്കെ ഇടാൻ വേണ്ടിട്ട് ചെറിയ ഒരു 4 വയസ്സിന്റെ ഒക്കെ ആ പ്രായത്തില് അപ്പൊ തന്നെ കുട്ടികളായ എന്തെങ്കിലുമൊക്കെ എല്ലാ കോഴ്സിന്റെ പേരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റിലെ എല്ലാ പേരും പഠിച്ച് റെക്കോർഡ് ഇടണം പതിയെ. അതങ്ങനത്തെ ഒന്നും ഒരിക്കലും പാടില്ല എന്നല്ല. ചിലപ്പോ നമ്മൾ കുറച്ച് കഴിയുമ്പോ അതിന് കുട്ടികൾ ദുഃഖിക്കേണ്ടത്. അതായത് ഇതിന്റെ ഏറ്റവും നല്ല പ്രായമാണ് നമ്മളെ ചെറിയ പ്രായം. ഈ ചെറിയ പ്രായത്തില് മക്കൾക്ക് പ്രഷർ കൊടുക്കാതിരിക്കുക, അതായത് ചെറിയ പ്രായത്തിൽ തന്നെ പ്രഷർ കൊടുത്ത് വളർത്തുക, അങ്ങനത്തെ രീതിയല്ല വേണ്ടി. ചെറിയ പ്രായത്തിൽ തന്നെ കളിക്കാം, മണ്ണിലൊക്കെ ഇറങ്ങി കളിച്ച് കുട്ടികളെ നല്ല എന്ത് സാഹചര്യത്തിൽ അവരെ നിലനിർത്താൻ, അതായത് പെട്ടെന്ന് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന പതിവാണ് പെട്ടെന്ന് കുട്ടികളാണ്ട് ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെ സംഭവം. അപ്പോ ഇപ്പൊ എന്റെ വീട്ടില് ഞാൻ ആത്മഹത്യ ചെയ്താൽ അപ്പുറത്തെ വീട്ടിലെ ആളെന്തൊക്കെ പറയാ, ചെറുപ്പത്തിലെ അവനെ കൊഞ്ചിച്ച് വളർത്തി, അടിക്കാതെ വളർത്തി, പെട്ടെന്ന് ഒരു പ്രശ്നം വന്നപ്പോ അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യും. അങ്ങനെ നാവില് ചിലപ്പോ സംഭവം. ആൾക്കാർ പല രീതിയിൽ പല വർത്താനക്കാർ പിന്നെ പറയും. ഒരു ക്ലാസ്സില് ഒരു സാറ് വന്ന് ചോദിച്ചാണ് ആരാണ് നല്ല രക്ഷിതാവ്, പാരന്റ്സ് മീറ്റിങ്ങിന് തന്നെ വന്ന് ചോദിക്കണം. അപ്പൊ ക്ലാസ്സിലെ കുറച്ച് ആൾക്കാർ പറഞ്ഞ നല്ല രീതിയിൽ കുട്ടികളെ അടിച്ചു പഠിപ്പിക്കണ രക്ഷിതാക്കളാണ് നല്ല രക്ഷിതാവ്. വേറെ കുട്ടികളോട് അധികം കുട്ടികൾക്കുള്ള ലൈഫ് എൻജോയ് ചെയ്യണം വേണം, എന്നാ പഠിപ്പും വേണം, ഇത് രണ്ടും പാടി കൊണ്ടുപോകുന്ന ആൾക്കാരാണ് നല്ലത്. അപ്പൊ സാറ് പറഞ്ഞു ഈ രണ്ട് രക്ഷിതാക്കളും നല്ല രക്ഷിതാക്കളല്ല. നല്ല രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? നമ്മൾ പറയും കുട്ടികളോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത്. അതായത് കുട്ടികളെ ചൂണ്ടി ചിലപ്പോൾ വലിയ ആൾക്കാരോടൊക്കെ നമ്മളെ നാട്ടുമ്പുറത്തൊക്കെ ചൂടാവുന്ന കണ്ടില്ലേ കുട്ടികളോട് സംസാരിക്കും. കുട്ടികളെ കുറച്ച് വലുതായ കുട്ടികളെ നമുക്കെതിരെ തിരിയും. അതായത് നമുക്ക് ഈ യൂറോപ്യൻ കൾച്ചർ എന്നല്ല, അതായത് യൂറോപ്യൻ കൾച്ചർ പറഞ്ഞാല് മക്കള് കുറച്ചാണ്ട് വലുതായാല് മക്കള് ആ പെരയിൽ നിന്ന് വേറെ പെര വെച്ച് സെറ്റ് ആവും. അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതി. ഇവിടെ അങ്ങനെ ഒരു രീതി പുതിയതായിട്ട് വളർന്നു വരുന്നുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാല് മക്കളോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക. അതായത് നമുക്ക് പ്രായമാവും, നമുക്ക് നടക്കാൻ വയ്യാതാവും, ഇവരെന്താ ചെയ്യാ, അമ്മക്കത് ചെയ്തൂല, അമ്മക്കത് ഇങ്ങനെ എന്ത് ചെയ്തൂല, നമ്മൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ കുട്ടികളപ്പം എന്ത് ആ ഷൗട്ട് ചെയ്ത് സംസാരിക്കാം. ചിലപ്പോ അവർക്ക് ചെറുപ്പത്തിൽ നിന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ചൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ അവര് വളർന്ന സാഹചര്യം ആയതുകൊണ്ട് അവരങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. മക്കളോട് എന്ത് ചെയ്യണം? നിങ്ങള് മക്കളെ എന്താ അടിക്കുകയാണെങ്കിലും അടിച്ചാൽ എന്താണ് അവന് പറ്റിയ തെറ്റ് അത് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാം. അതായത് ലാസ്റ്റ് നിങ്ങളോട് മക്കളോട് ചോദിച്ചാ മനസ്സിലായ മോനെ അല്ലെങ്കിൽ മനസ്സിലായ മോളെ എന്ന് ചോദിക്കും. ഇത് കഴിയുമ്പോ അവര് പറയാണ് മനസ്സിലായോ മോനെ എന്ന് പറയണം.
അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.